ഇന്നലത്തെ എപ്പിസോഡിൽ ആ ഒരു വിചാരണ ടാസ്കിൽ ഗബ്രി പവർ ടീമിനെതിരെ ഒരു അലിഗേഷൻ ഉന്നയിച്ചിരുന്നു. ഫിസിക്കൽ അസോൾട്ട് നടന്ന സമയത്ത് ജിൻഡോയും റസ്മിനും തടഞ്ഞില്ല. പവർ ടീം അവരെ പിടിച്ചു മാറ്റിയില്ല എന്നുള്ളതായിരുന്നു ആ ഒരു അലിഗേഷൻ. ഇതില് റസ്മിനെ സേവ് ചെയ്ത് ജിൻഡോയ്ക്കെതിരെ അലിഗേഷൻ ഉന്നയിച്ച് ഗെയിം കളിക്കുക എന്നതായിരുന്നു ഗബ്രിയുടെ ലക്ഷ്യം. കാരണം അറിയാലോ, റസ്മിൻ ജബ്രികളെ ഫേവർ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്, അവരുടെ അടുത്ത സുഹൃത്തുമാണ്. ഗബ്രി ഉന്നയിച്ച അലിഗേഷൻ ശുദ്ധ വിവരക്കേടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു എപ്പിസോഡ് ഒന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടാൽ മാത്രം മതി. സിജോയോട് ജിൻഡോ പറഞ്ഞിരുന്നു, നീ ഒരു ക്യാപ്റ്റൻ ആണോ? അത് ഓർമ്മിപ്പിച്ചിരുന്നു സിജോനെ. റോക്കിയെ മാറ്റാൻ പോയിരുന്നെങ്കിൽ സിജോയ്ക്ക് പകരം ജിൻഡോയ്ക്ക് അടി കിട്ടുകയും റോക്കിയെ ജിൻഡോ എടുത്ത് അപ്പുറത്തെ പറമ്പിൽ വിട്ടാനെ. അതൊക്കെ വേറെ കാര്യം. ഇവരെ പിടിച്ചു മാറ്റി സൈ കെട്ടിട്ടാണ് ജിൻഡോ അന്ന് പോയി ഭക്ഷണം കഴിക്കാനിരുന്നത്. പിന്നെ അന്ന് ഫുഡിന്റെ പേരിൽ നടന്ന വഴക്കും എല്ലാം നമ്മൾ ലൈവിൽ കണ്ടതാണ്. എല്ലാവരും വളരെ വിശന്ന് തളർന്നിരിക്കുകയായിരുന്നു. ഫുഡായിരുന്നു അന്നത്തെ ദിവസത്തെ ഒരു മെയിൻ പ്രശ്നം. സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേര് തമ്മിൽ ഒരു തർക്കമോ വഴക്കോ ഉണ്ടാവുമ്പോൾ അവര് നിലവിട്ട് പെരുമാറില്ല എന്നൊരു വിശ്വാസം നമ്മുടെ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ റോക്കിയെ പിടിച്ചു മാറ്റാത്തതോ സിജോയെ പിടിച്ചു മാറ്റാത്തതോ അവരത് സോൾവ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടും കൂടിയാണ്, അല്ലാതെ ജിൻഡോയ്ക്ക് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല. ജിൻഡോ പോയി മാറ്റിയ രണ്ടുപേരും മാറി നിൽക്കുകയും ചെയ്യും. ഗബ്രിയും ഫുഡ് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ. അതാണ് ഇതിന്റെ അകത്ത് ഒരു മെയിൻ കോമഡി. ഗബ്രി പോയി തടഞ്ഞിരുന്നുവെങ്കിൽ ഗബ്രിക്ക് ഇത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പവർ ടീം ഇവരെ തടഞ്ഞില്ല എന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായേനെ ഗബ്രിക്ക്. പക്ഷെ ഗബ്രിയും പോയി തടഞ്ഞില്ല. ഗബ്രിയുടെ അലിഗേഷൻ ഒരു വളരെ 3G അലിഗേഷൻ ആണ് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സ്വയം ബുദ്ധിമാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഊള. ആ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഇമേജിനെ ഗബ്രി തന്നെ വീണ്ടും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിന്റെ തണലിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഇതാണ് ഗബ്രിക്ക് എപ്പോഴും സംഭവിക്കാറുള്ളത്. എന്തെങ്കിലും വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വരും, പക്ഷെ പറഞ്ഞു വരുമ്പോ തന്നെ ആ ഒരു കാര്യം തീർന്നു പോകും. ചുരുക്കി പറഞ്ഞാൽ നാക്കിട്ടടിക്കാനല്ലാതെ പോയിന്റുകൾ പറഞ്ഞ് സ്കോർ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഗബ്രിക്കില്ല. കാട് കയറി സംസാരിച്ചാൽ മാത്രം പോരാ, അത് കുറുക്കി കൊള്ളണം. പിന്നെ അടി എന്ന വാക്കിനെ പോലും ഗബ്രി വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്തു. ആ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ മാനിപ്പുലേഷൻ, അത് ഗബ്രി കഴിഞ്ഞേ ഉള്ളൂ നിലവിൽ ഈ സീസണില്. അടി എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലും ആവാം വെർബലും ആവാം. അടി ഉണ്ടാക്കി അല്ലെങ്കിൽ അടി ഉണ്ടായി എന്ന് കൂടുതലായിട്ടും നമ്മൾ മലയാളികൾ പറയുന്നത് വേർബൽ വഴക്കുകളെ തന്നെയാണ്. അല്ലാതെ ഗബ്രി പറയുന്ന പോലെ ജിൻഡോയ്ക്ക് മറ്റേ 6th സെൻസ് ഒന്നുമില്ല റോക്കി സിജോയെ തല്ലുന്നത് കാണാൻ വേണ്ടി. അല്ലേ പിന്നെ ജിൻഡോ മറ്റേ തല്ല് എന്ന വാക്ക് ഉപയോഗിച്ച് കാണണം. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഗബ്രിക്ക് പറയാം മുട്ടനാടുകൾ തല്ലുണ്ടാക്കുന്നത് കണ്ട് ജിൻഡോ ചോര കുടിച്ചു എന്ന്. അല്ലാത്ത പക്ഷം ഈ ഒരു അലിഗേഷൻ വെറും വിവരക്കേടാണ്. റസ്മിനാണ് ശരിക്കും ഈ ഒരു വിഷയത്തിൽ സ്കോർ ചെയ്തത്. റസ്മിൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആ ഒരു വിഷ്വൽസ് കാണിച്ചതൊക്കെ വെച്ചിട്ട്, ഞങ്ങൾ മനഃപൂർവ്വം മാറി നിന്നതല്ല, ഈ പറഞ്ഞ പോലെ ഒരു 6th സെൻസ് ഒന്നും ഇല്ല ഞങ്ങൾക്ക്, ഇങ്ങനെ ഒരു അടി പൊട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ റസ്മിൻ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഗബ്രിയോട്. ജിൻഡോ ഈ ഒരു വിഷയത്തിൽ വലിയ കൗണ്ടർ ആർഗ്യുമെന്റ് ഒന്നും പറയാൻ നിന്നില്ല. അന്നത്തെ ദിവസം 60,000 ആളുകളാണ്, എവ്വളോ 60,000 ആളുകളാണ് ജിൻഡോ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ മുതൽ കാത്തിരുന്നത്. അതൊക്കെ വേറെ കാര്യം. ഒരു ചോദ്യത്തിൽ തന്നെ 3-4 ചോദ്യങ്ങൾ ഗബ്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് ചോദ്യത്തിന് മറുപടി പറയണമെന്ന് ജിൻഡോയ്ക്കും വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അത് തന്നെയാണ് ജിൻഡോ കൗണ്ടർ ആയിട്ട് പറഞ്ഞത്. ഈ ഒരു ഒറ്റ പോയിന്റ് ജിൻഡോ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ കാണുമ്പോഴും കറക്റ്റാണ്, ഗബ്രി കുറെ ആലിഗേഷൻസ് നിരത്തുകയല്ലാതെ അർത്ഥവത്തായ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അപ്പൊ അതായിരുന്നു ഗബ്രിയുടെ വിചാരണ. ഇത് കഴിഞ്ഞ് അർജുന്റെ ഒരു വിചാരണയുണ്ട്. എന്റെ മോനെ, ഗബ്രിയേക്കാൾ ദാരിദ്ര്യം പിടിച്ചൊരു വിചാരണയായിരുന്നു അത്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. മറ്റൊരു വീഡിയോ വരുന്നത് വരെ